എന്നോട് ഷബീർ പറഞ്ഞേ ഒരു നടയടി അടിച്ചങ്ങ് തുടങ്ങിയാക്കണമെന്ന് ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. ഏത് നീ എന്ത് ഉദ്ദേശിച്ചു? മനസ്സിലായില്ല. അപ്പാനി ശരത് ഇത് തന്നെയാ പണി. 60% ഓഫ് ഓഡിയൻസ് ശംഭു എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അത് യാതൊരു സംശയമില്ല. ഒരു മിസ് കോൾ മാത്രമല്ലേ തന്നുള്ളൂ ഒരാഴ്ച മുമ്പേ? എന്താണ് അല്ല അപ്പൊ അതൊന്ന് അനൗൺസ് ചെയ്തേക്കും. നാടകത്തിന്റെ പേര് സൈക്ലിസ്റ്റ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ കണ്ടതിൽ എനിക്ക് ഫസ്റ്റ് നല്ല ക്യാരക്ടർ എല്ലാം പറഞ്ഞു മുടി കഴിക്കും. ഞാൻ ഓക്കെ റെഡി എന്ന് പറഞ്ഞപ്പോ അവരാ ഷോക്കിൽ ഉള്ളതാണോ? ആ കഥാപാത്രം തന്നെ അഭിനയിക്കുമോ? അഭിനയിക്കും. ഇനി കിട്ടും കേട്ടോ പ്ലീസ്. കരിമീൻ വറുത്തതുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം. പുത്തസിനിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 5 അതിഥികൾ, 5 പേർക്കും സ്വാഗതം. ജങ്കാർ. ആരാണ് ജങ്കാറിൽ യാത്ര പോകുന്നത്? എല്ലാവരും ഒരുമിച്ച് ഒരു ഐലൻഡാണ്, അങ്ങോട്ടേക്ക് ജങ്കാറേ ഉള്ളൂ. ഒറ്റ ജങ്കാറുള്ളൂ അല്ലേ? ആ ജങ്കാറിൽ എല്ലാവരും കൂടെ പോയിട്ട് എന്ത് സംഭവിക്കും? എല്ലാരും കൂടിയല്ല പോകുന്നത്, പല പല സമയത്ത് പോയിട്ട് ഇനി ആ ജങ്കാറ് താഴുന്നുണ്ടോ എന്ന് നമുക്ക് തിയേറ്ററിൽ പോയി കാണാം അല്ലേ? അതെ അതെ, ഒരു സിംബോളിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് തിയേറ്ററിലല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ ജങ്കാർ വഴി സഞ്ചരിക്കാറുണ്ട്. ഉറപ്പിക്കാൻ പറ്റുമോ? യെസ്. നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല? ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതാണ്, അതേ ജങ്കാറാണ് ഇവിടെ. എന്നാണ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആഴ്ച ഓർമ്മയുണ്ടോ? ഒരു ഞായറാഴ്ചയാണ് കറക്റ്റ്. ഞായറാഴ്ച അല്ലേ? ഈ സിനിമയ്ക്ക് സഞ്ചരിച്ചില്ല ജങ്കാർ? ഇതിൽ ജങ്കാർ ഈ സിനിമയിൽ ജങ്കാറിൽ പോയില്ലേ? സോറി, ജങ്കാറിൽ കേറിയിട്ടില്ല. ഈ സിനിമയിൽ നമ്മൾ കരയെ നിർത്തി സത്യസന്ധതയാ. എന്നാലെങ്കിലും ഒന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അത് ഉദ്ദേശിച്ച് ചോദിച്ചതാന്ന് മനസ്സിലായില്ല. എന്നോട് ഷബീർ പറഞ്ഞേ ഒരു നടയടി അടിച്ചങ്ങ് തുടങ്ങിയാക്കണമെന്ന് ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. എല്ലാ ചോദ്യങ്ങളും അവിടെ ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ഉണ്ട്, ഇവർക്കൊക്കെ പകുത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതല്ലേ? എന്തായാലും ഒരു നല്ലൊരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയാണ്. സിനിമയുടെ വിജയകാലമാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ? എനിക്കൊന്നു ക്ഷേത ഇപ്പോൾ കുറേ ആയി നമ്മൾ കണ്ടിട്ട്. ജങ്കാറിലാണ് ഇപ്പം സിനിമയുടെ പ്രൊമോഷനായിട്ട് കണ്ടിട്ട് കുറേ, നേരിട്ട് കണ്ടിട്ടും കുറേ ആയി. ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ആരാണ് ഈ സിനിമയുടെ സബ്ജക്റ്റ് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? എനിക്ക് വൺ ലൈൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പഴയ ഒരു നോസ്റ്റു ഫീൽ വന്നു. ആൻഡ് സാധാരണ ഒരു നാട്ടിൻ പുറത്തെ ഒരു ചെറിയൊരു കഥ. എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ആൻഡ് വെറൈറ്റി, എല്ലാവർക്കും വെറൈറ്റി ആയ ഒരു ക്യാരക്ടേഴ്സാണ്. സോ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അത്രയേ ഉള്ളൂ. ഒരു കഥാപാത്രം എനിക്ക് വരുന്ന സിനിമകളല്ലേ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആഗ്രഹങ്ങളുണ്ട്, അത് ഇതൊക്കെ. പക്ഷെ ആരും വിളിക്കില്ല. ആരും വിളിക്കുന്നില്ലേ? ഇല്ല, നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല. ഒരു മിസ് കോൾ മാത്രമല്ലേ തന്നുള്ളൂ ഒരാഴ്ച മുമ്പേ. ചോദിച്ചോളൂ, തന്നോ ഇല്ലേ? ശരിയാണോ ചേട്ടാ? മിസ് കോൾ അടിച്ചായിരുന്നു ചേട്ടാ? മെസ്സേജ് ഇട്ട് മെസ്സേജ് ഇട്ട് പിന്നെ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ എടുക്കാൻ പറ്റാത്ത അത്രേ ഉള്ളൂ. നമ്മളെല്ലാം സത്യം മാത്രമേ പറയൂ. അതെ. എന്തുകൊണ്ടാ അങ്ങനെ? എന്ത് മിസ് കോള് തന്നത്? അല്ല, ഈ സിനിമയിലേക്ക് അങ്ങനെ ഒരു വിളിയില്ല എന്ന് പറയാൻ
ഒന്നാമത് മിനി സ്ക്രീനിൽ നിന്ന് ഇറങ്ങുന്നില്ല, അത് എഴുതി മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് വേറൊരു കാര്യം. അങ്ങനെ ഒരു പരാതി ഉണ്ട്. ആണോ? അങ്ങനെ പരാതിയുണ്ട്. ഉണ്ട്. അല്ല, എപ്പോ വിളിച്ചാലും ടിവിയിലാ ഒരാള് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോ ഇവിടെ അഭിനയം ഒരു അനൗൺസ്മെന്റ് അങ്ങനെ ഓക്കെ. അതെ, ഒരാൾ വിളിച്ചിട്ടില്ല. അല്ല വിളിച്ച ആളുടെ ഇപ്പൊ ജസ്റ്റ് ഒരു ഷോർട്ട് ഒരു സിനിമ ചെയ്തിട്ട് വന്നിട്ടേ. അല്ല, എപ്പോഴും ഷോയിൽ ഇരിക്കണമെങ്കിൽ വിളിച്ചാൽ ഡേറ്റ് ഉണ്ടാവുന്നൊരു പിന്നെ ഞാൻ അവിടെ മറ്റേ അല്ല, അപ്പൊ അതൊന്ന് അനൗൺസ് ചെയ്തേക്ക്, ഡേറ്റ് ഉണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് വരാൻ തയ്യാറാണ്. അതെ, ഷോയും എല്ലാം ഉപേക്ഷിച്ച് വരാൻ, സിനിമയ്ക്ക് വേണ്ടി വരാൻ തയ്യാറാണ്. നമ്മളുടെ മെയിൻ ബ്രെഡ് ബട്ടർ ജാം എല്ലാം അവിടെ നിന്നല്ലേ. ആ. ഇതൊക്കെ ചിക്കൻ കറി ഫിഷ് കറി അല്ലേ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇത് മൊത്തം ഇതിപ്പോ എന്തിനാ പ്രാധാന്യം കൊടുക്കുക? പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇവിടെ ചിക്കൻ. അല്ല, എന്തായാലും അല്ല, ക്ഷേത്രയെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. മലയാള എനിക്ക് സിനിമയ്ക്ക് എന്തായാലും ഒരു വെറൈറ്റി ഇല്ല. യൂഷ്വലി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇനി ശ്വേത ചെയ്യില്ല, സ്വന്തമായി തീരുമാനിച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അവർ തീരുമാനിച്ചു. അപ്പൊ നമ്മള് സിനിമയെ വേണ്ട, ഇത് ചെയ്യില്ല. പിന്നെ കുഞ്ഞായി കഴിഞ്ഞപ്പോൾ അപ്പൊ എന്തായാലും ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ഇനി ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും സ്വയം തീരുമാനിച്ചു, എനിക്ക് ഇങ്ങനെ ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല, ഇങ്ങനെ വിളിച്ചാൽ വരില്ല. കുറേ കഥകൾ ഞാൻ തന്നെ എൻ്റെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് ഇഷ്ടമാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ലൈവായിരിക്കുകയാണ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ലൈവായി സംസാരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ബിഹൈൻഡ് ദ സീൻ ആണെങ്കിലും ഇൻ ഫ്രണ്ട് ഓഫ് ദ സീൻ ഐ ഹാവ് നോ പ്രോബ്ലം. കുശുമ്പാണെങ്കിലും പറയുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ ഉള്ളൂ വിഷയം. നമ്മൾ ഒന്ന് വീട്ടിൽ വെറുതെ ഇരുന്നാൽ ഒരാൾ എവിടെയോ ഇരുന്ന് ചർച്ച ചെയ്യണം, അത് നടക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ സിനിമകൾ വന്നിട്ടില്ല. വന്ന സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ നോ പറയണം, അങ്ങനെ ഒരു നോ പറയാനുള്ള ഒരു സ്ഥിതിയിലൊന്നുമല്ല. ഞാൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നുമല്ല ഇത് ചെയ്യണത്. പക്ഷെ എനിക്ക് അവരുടെ പോലെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഏത് നീ എന്ത് ഉദ്ദേശിച്ചോ അതൊക്കെ. പക്ഷെ അവരെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കേ. പൂള്ളി ഇന്ത്യയോട് പെട്ടെന്ന് കിട്ടിയില്ല. ക്യാരക്ടറിന്റെ പേരാണ് പൂള്ളി ഇന്ത്യയോട്. എന്താണെങ്കിലും എന്നാ ഞാൻ പറഞ്ഞേ, എന്താണെങ്കിലും കാതൽ വരെ ഞാൻ ചെയ്യാൻ റെഡി ആയിരുന്നു. ഫീമെയിൽ വേർഷൻ ഓഫ് ആയിരുന്നു. ഇപ്പോഴും ആണ്. അങ്ങനെ പറ, എന്നാലേ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാതൽ 2 ഇപ്പോഴും ചിന്താ പുള്ളി വന്നു ഇറക്കാലോ. അല്ല പിന്നെ അതാണ് ചേട്ടാ. ഏത് കഥാപാത്രം ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും വരുന്ന കഥാപാത്രങ്ങൾ നല്ല ഇഷ്ടത്തോടെ. ഐ ഫീൽ വെരി ഹാപ്പി. നമ്മളൊരു സിനിമ കാണുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും, ന്യൂ കമേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും അവർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ഒരു സിനിമ ഇസ് ഗ്രോയിങ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ആരാണെങ്കിലും, ബിക്കോസ് സിനിമ നടന്നാൽ മാത്രമേ സിനിമ ഉണ്ടാക്കുള്ളൂ. അത് ആരെ സിനിമയാണെങ്കിലും സിനിമ ഓടണം, തിയേറ്റേഴ്സിൽ തന്നെ പോയിട്ട് ആൾക്കാർ കാണണം എന്നുള്ള ഒരു സിമ്പിൾ. എനിക്കത് കോവിഡ് കഴിഞ്ഞിട്ട് ഏറ്റവും ജാസ്തി ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ എല്ലാവരും എല്ലാവരെയും ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നു. ബിക്കോസ് സിനിമ തിയേറ്റേഴ്സിൽ ആൾക്കാർ പോയി കാണണം, അപ്പോഴല്ലേ എന്തെങ്കിലും നമുക്കെല്ലാവർക്കും, അപ്പോഴല്ലേ സിനിമ ഉണ്ടാവുള്ളൂ. യെസ്, അത് അത്രേ ഉള്ളൂ. ആൻഡ് ഐ ഡോണ്ട് കെയർ ആരാണ്, ഹൂസ് ഹീറോ ഹൂസ് ഹീറോയിൻ, അതൊന്നുമല്ല. സിനിമ ഉണ്ടാവണം, കണ്ടന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവണം. അത് ഒരു നമ്മൾ ചെയ്ത ക്യാരക്ടർ. പിന്നെ എല്ലാവരും അമ്മ, ചേച്ചി, എഴുത്തിയമ്മ, അങ്ങനത്തെ അത് ആ കാലം കഴിഞ്ഞു. ഇപ്പം എല്ലാം സത്യം പറഞ്ഞാൽ വെബ് സീരീസ്, OTT, തിയേറ്റേഴ്സ് എല്ലാം മത്സരിച്ച് വരികയാണ്. അപ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഫോർ എവ്രി വൺ. അതിൻ്റെ ഇടയിൽ ഞാൻ നാഗേന്ദ്രൻ ഹണിമൂൺ ചെയ്തേ. അതെ, നമ്മൾ കണ്ടായിരുന്നല്ലോ. ശബരിയുടെ സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നുണ്ട്. നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു. എനിക്ക് തോന്നുന്നു ശബരിയെ സംബന്ധിച്ചും ഒരു തൃപ്തനാണ് ഈ മലയാള ഇൻഡസ്ട്രിയിൽ. നല്ല തൃപ്തനല്ല. എന്തുകൊണ്ട് അങ്ങനെ തൃപ്തനാവാൻ പറ്റില്ല. നമുക്ക് വേഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അഭിനയം പഠിക്കുകയാണ് ഇപ്പോഴും. അതാണ് നമ്മള് ഒരു സ്കൂളാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു സ്കൂളാണെന്ന് വിചാരിക്കുക. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ 8ലെയും 9ലെയും 10ലെയൊക്കെ പഠിപ്പിക്കാൻ നോക്കുന്ന പോലെയാണ്. നമ്മളതല്ല, പാസ്സായി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഉപമയുണ്ടല്ലോ, അഭിനയം എന്ന് പറഞ്ഞ ഒരു കടലാണ് എന്നൊക്കെ പറയുന്നത്. അതിൽ തിമിംഗലങ്ങളുടെ അടുത്ത് നിന്ന് അഭിനയിക്കാനുള്ള അവസരങ്ങളും കിട്ടി, ഇൻക്ലൂഡിങ് മമ്മൂക്ക തൊട്ട് പല ആർട്ടിസ്റ്റുകളിലൊപ്പം.
ഇപ്പോഴും ആ കടപ്പുറത്തേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. ശരിക്കും പറഞ്ഞാൽ അതിലേക്കുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം താങ്കൾ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി കറക്റ്റ് തന്നെയാണ്. പക്ഷെ അപ്പോഴും തൃപ്തനാവാൻ എവിടെയോ എന്തോ ഒരു ഇതുണ്ട്. അതാണ് നമ്മളെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത് മമ്മൂക്കയുടെ അടുത്ത് ചോദിച്ചാലും ഈ ഉത്തരം തന്നെ പറയും. ഏറ്റവും മികച്ച കഥാപാത്രം ഏതാണ് മമ്മൂക്കയുടെ? മമ്മൂക്ക ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള അത് ഇതുവരെ വന്നിട്ടില്ല. അതെ, തീർച്ചയായിട്ടും അതങ്ങനെ അത് മനസ്സറിഞ്ഞ് പറയുന്നതാണ്. ഇപ്പോഴും അതങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്, ഇപ്പോൾ ഓഷോയുടെ ഭാഷ എന്നാണ് പെർഫെക്റ്റ് ആവുന്നത്? മരിക്കുമ്പോഴാണ്. അതുവരെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നേരത്തെ പറഞ്ഞ കുറേ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചും വെറൈറ്റി കഥാപാത്രങ്ങൾ, ഒന്നിൽ നിന്നും മാറി മറ്റൊരു കഥ, ഒന്നിൽ തന്നെ നമ്മൾ പോകുന്നില്ല. എല്ലാത്തിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അവർ ചെയ്തുകൊണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തു വെച്ച സിനിമയിൽ എന്നും ഒരു കരിയറിൽ ഇപ്പോൾ അറിയപ്പെടുന്ന സിനിമ ഏതെന്ന് വെച്ചാൽ ഈ സിനിമ പറയാൻ പറ്റും? ഒബ്വിയസ്ലി 60% ഓഫ് ഓഡിയൻസ് ശംഭു എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അത് യാതൊരു സംശയമില്ല. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു, ഞാൻ റോങ് ആയിട്ടുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു വെല്ലുവിളിയാണ്. ഞാനത് ചെയ്യുന്നുണ്ട് നിരന്തരം. 10 വർഷമായിട്ടും ആ ഒരു പടത്തിന്റെ ഇമ്പാക്റ്റ് പോയിട്ടില്ല, തീർച്ചയായിട്ടും പോയിട്ടില്ല. കാരണം 10 വർഷത്തിന്റെ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചാണ്. അന്ന് വന്ന ടാഗിന്റെ എണ്ണം എനിക്കിന്നും കയ്യിലൊതുങ്ങാത്ത തന്നെയാണ്. ഞാൻ ഒരു 2 മണിക്കൂർ കുത്തിയിരുന്ന് ഞാൻ സ്റ്റോറിയിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നുള്ള കഥ മനസ്സിലായി. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. അതേപോലെ അതിൽ ഓരോ ഒരുപാട് സ്റ്റാർസ് ഉണ്ടായ ഒരു പടമാണ്. അതിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നിറഞ്ഞ് പല ഇൻഡസ്ട്രികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. അതൊരു ഭാഗമായതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന്റെ ഭാഗമായത്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അതിന്റെ മുകളിലേക്ക് പോകാനുള്ള പരിശ്രമമാണ്. പിന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുമ്പിലോട്ട് വരുന്നതിൽ നിന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അത് ഒരു എന്താ പറയാ, ഒരു കുറവായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ സ്വയമായിട്ട് ഇപ്പോൾ ചാർലി ചാപ്ലിനെ പോലെ സ്വന്തം ആയിട്ട് എഴുതി ഉണ്ടാക്കുന്നു, സ്വയം അഭിനയിക്കുന്നു, സ്വയം മ്യൂസിക് ചെയ്യുന്നു, സ്വയം ഡയറക്റ്റ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്ത് പുള്ളിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായി ചെയ്തു പോകുക എന്നുള്ളൊരു ലൈനും വേറെ ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്, ആക്ടേഴ്സും പരിമിതമാണ്, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ ലൈൻ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ എഫേർട്ട് അതിന്റെ ഡബിൾ ട്രിപ്പിൾ മെയിനിലേക്കാണ് ഞാനിപ്പോൾ ഇടുന്നതിന്റെ മുകളിലേക്ക് ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഐ ആം എ ബെഗർ, ചോയ്സ്ലെസ് ആണ്. തീർച്ചയായിട്ടും. ഈ അപ്പനയുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഒരു സമയത്ത് ഇഷ്ടംപോലെ സിനിമ, കൈനിറയ സിനിമയായിട്ട് ഒന്ന് ബാക്കി പോകുന്നു, പിന്നീട് വീണ്ടും കയറി വരുന്ന ഒരു കയറ്റം വർക്കായിട്ടുണ്ട്. പക്ഷെ എന്നും മലയാളിയുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇദ്ദേഹത്തിന് സ്ഥാനമുള്ളതുകൊണ്ട് ഇപ്പോൾ ഏത് സിനിമ ഇദ്ദേഹത്തിൻ്റെ ഇറങ്ങിയാലും ആളുകൾ കാണാൻ പോകുന്നത് എൻ്റെ കാഴ്ചപ്പാട്. തമിഴിലാണെങ്കിലും അദ്ദേഹത്തിനൊരു അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ആക്ടറാണ്. മലയാള സിനിമയിൽ വേണ്ടത്ര പിന്നീട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് പോലും തോന്നിയിട്ടുണ്ടോ അപ്പം എനിക്ക്? ഇല്ല, വരാൻ പോണതേ ഉള്ളൂ ചേട്ടാ. അതെ അതെ, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി അങ്ങോട്ട് ഗംഭീര സംഭവങ്ങളായിട്ട് വരും. ഗംഭീര സിനിമകൾ പ്ലാനിങ്ങിലാണ്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇപ്പോഴേ ചർച്ചയിലുണ്ട്. ജങ്കാറിനൊപ്പം തന്നെ വേറെ നല്ല കുറേ സിനിമകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ ആ വിഷമമൊക്കെ മാറി നല്ല നല്ല വേഷങ്ങൾ വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇതെല്ലാം ഒരു പ്രതീക്ഷയല്ലേ ചേട്ടാ, ഓട്ടോ അല്ലേ ഇത്? എല്ലാം സർവൈവലല്ലേ സിനിമയെന്ന് വെച്ചാൽ? അതല്ലേ, കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഈ ജങ്കാർ തന്നെ നമ്മൾ കഴിഞ്ഞിട്ട് കുറച്ച് നാളാതെ, ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ജങ്കാർ ഇറങ്ങി അത് വിജയിപ്പിക്കുക, അതിൻ്റെ വിജയത്തിന് ശേഷം അടുത്ത സിനിമ. ഇത് ചിലപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. ആ സമയമാണ് നമ്മളെ, ആ സമയത്ത് വെറുതെ ഇരിക്കില്ല. ആ സമയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു പ്രോജക്റ്റ് ഓൺ ആവുന്ന വരെ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആസ് ആക്ടർ നിലയ്ക്ക് ആക്ടിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റുകൾ ഒരുപാട് ചെയ്യാൻ പറ്റും. നല്ല നല്ല സ്ക്രിപ്റ്റുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് അല്ലേ ഏട്ടാ? അതൊക്കെ അടിപൊളിയായിട്ട് നമ്മളെന്തായാലും. അതെ അതെ. ഈ ജങ്കാറിലെ ഒരു കഥാപാത്രം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരിക്കും. ആ കഥാപാത്രം എങ്ങനെയാണ്? ജങ്കാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇപ്പം വളരെ ഒരു വ്യത്യസ്തമായിട്ടൊരു സ്ക്രിപ്റ്റാണ് ഈ ജങ്കാറിലെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ സ്ക്രിപ്റ്റാണ് എന്നെ ഈ സിനിമയിലേക്ക് എത്തിച്ചത്. ഡയറക്ടർ എനിക്ക് നേരത്തെ അറിയാം. അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു, ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കസിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നത്. വളരെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ഇതിലൊരു. ചേട്ടൻ അറിയായിരിക്കും, ഞാൻ കൂടുതലും വയലൻസ് പടങ്ങളാണ് ഏറ്റവും കൂടുതൽ തമിഴിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് എൻ്റെ ഈ സിനിമയിലെ ക്യാരക്ടർ. പിന്നെ ഇവരോടൊക്കെ ഒപ്പം പെർഫോം ചെയ്യാൻ പറ്റി. ഇതിൽ രേണു ഞങ്ങളൊരുമിച്ച് കോളേജിലൊക്കെ പഠിച്ച ആൾക്കാർ, ഞങ്ങളൊരുമിച്ച് നാടകങ്ങൾ ചെയ്തു, കാലടി. അപ്പം അത്ര നല്ല പരിചയമുണ്ട്. അപ്പോൾ എല്ലാ സീൻസുകളും നമുക്ക് അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. സിനിമ കളിയൊക്കെ
അത് ശബരിക്ക് സംശയം ഏത് കോളേജ് അല്ല, ഇത് കുറച്ചേരെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഡൗട്ട് ഉണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അല്ല സംശയങ്ങൾ ഒരുപാടുള്ള ആളാണ് അല്ല ശബരിയുടെ ഡൗട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഒരു 3 എപ്പിസോഡ് പോകേണ്ടി വരും. പോയിണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതിലേക്ക് വരാം. ഡൗട്ടായിരുന്നു നീ കോളേജിൽ പോയിട്ടുണ്ടോ ഏത് കോളേജിലാണ് പഠിച്ചത്? അത് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് കേട്ടോ, എല്ലാം ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഒരുമിച്ച് നാടകം ചെയ്തിട്ടുണ്ട്. അതെ, നാടകം ചെയ്തിട്ടുണ്ട്. പിന്നീട് സിനിമ ഒരുമിച്ച് ചെയ്യുന്ന ഇതാണോ? നാടകത്തിന്റെ പേര് സൈക്ലിസ്റ്റ്. അത് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഞാൻ ഞാൻ ചേച്ചി നാടകത്തിന്റെ പേരാണ് പക്ഷെ ഞാൻ കേട്ടു നാടകത്തിന്റെ പേര് മനസ്സിലായോ? സൈക്ലിസ്റ്റ്. എന്താന്ന് മനസ്സിലായോ? അതില്ല, ഇനി അടുത്ത എപ്പിസോഡിലേക്ക് പോകണല്ലോ. ഒരു എപ്പിസോഡിലേ ഉള്ളൂ. ഇനി അടുത്ത ഈ നിങ്ങൾ സിനിമയിൽ ഒരുമിച്ച് ഇതിനു മുമ്പ് ഫസ്റ്റ് ആണ്, ആദ്യ സിനിമയാണ്. നാടകത്തിന് ശേഷം ആദ്യമായിട്ടാണ് അതെ, അല്ലേ? ഇതെനിക്ക് തോന്നുന്നു രേണു അപ്പാനിയുടെ പേരായിട്ട് തന്നെയാണെന്ന് ഈ സിനിമയിൽ. അങ്ങനെയാണ് ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു നാടകത്തിൽ അഭിനയത്തിന് ശേഷം സിനിമയിൽ ഒരുമിച്ച്? ഭയങ്കര എനിക്ക് ഇവനെ ആയതുകൊണ്ട് ഭയങ്കര How കംഫർട്ട് sweet ഇവൻ. അങ്ങനെ തന്നെ അവർ സംസാരിക്കുന്നത്. ഇവനെ നമ്മൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ പേരിന് നമ്മൾ അറിയാത്ത ഒരാളുടെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അല്ല പേര് വിളിച്ചിട്ടല്ലേ അവര് ഇത് ഇവനെ അവിടെ സെറ്റില് വൈബായിരുന്നു ആക്ച്വലി. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഞങ്ങളൊരു നാടകത്തിലെ സൈക്ലിസ്റ്റ് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജിൽ ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ത്രൂ ഔട്ട് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഇവൻ ഫുള്ള് ത്രൂ ഔട്ട് ചെയ്തത്. അതിൽ 2 ക്യാരക്ടർ ഞാനിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതിലൊന്ന് ഞാൻ ഇവൻ്റെ അമ്മയായിട്ടും ഒന്ന് ഇവൻ്റെ കാമുകിയായിട്ട്. അതിന് ഒരു വേറൊരു ടൈപ്പ് ഒരു സാധനമായിരുന്നു. നല്ല രസമുള്ളൊരു. നമ്മൾ ഈ സിനിമയിലെത്തിയപ്പം ഈ സീനൊക്കെ തരുമ്പോൾ ഞങ്ങളുടെ തമ്മിലുള്ള കോമ്പിനേറ്റ് സീനൊക്കെ ഞങ്ങൾ വായിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. രണ്ടുപേരും നാടകത്തിന് ശേഷം വീണ്ടും സിനിമയിൽ അതും കൂടെ പ്രേക്ഷകർ കാണട്ടെ. നാടകം കണ്ടവർ സിനിമയിൽ വന്ന് ഇവരുടെ അഭിനയങ്ങളെ കാണട്ടെ. അങ്ങനെയാണ് ജങ്കാറിന് പല രീതിക്കുള്ള പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നത്. എല്ലാ രീതിയിലും പ്രൊമോഷൻ ചെയ്യണമല്ലോ. ഇത് നാടകവും പാട്ടോ എവിടെ നിന്നാണ്? ഇല്ല അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാണുള്ളത്? ഫസ്റ്റ് മൂവിയാണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതെ. ഓ, അത് അടിപൊളി ആളാ കിട്ടിയത്. ഇനി എന്താ പേടിയുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എന്താ അങ്ങനെ എന്തുകൊണ്ട് പേടിക്കുന്നു? എന്താ കടിക്കൊന്നുമില്ല, വിഴുങ്ങിയേ ഉള്ളൂ. ചവയ്ക്കും അങ്ങനെയല്ലെന്ന് തോന്നിയോ? ഇല്ല ഞാൻ പൊതുവെ പുറത്തുള്ള ചേട്ടൻ പേടിയാട്ടോ, അതുകൊണ്ടായിരിക്കും. പേടിയാ. ഓ എനിക്കും ഓർമ്മ വന്ന് പേടിയുണ്ട് എനിക്ക്. ഇനി കുറച്ച് പേടിക്കാന്നല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യ സിനിമയാണ്. എങ്ങനെ നല്ലൊരു മികച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞത്. ഇല്ല അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മാറ്റി നിർത്തി ചോദിച്ചു നോക്കി. അപ്പോഴാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. പക്ഷെ ഒരു ആദ്യ സിനിമയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഇവരൊക്കെ കണ്ടുപരിചയം അല്ലേ, സിനിമകൾ കണ്ടുപരിചയം മാത്രം. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ? കൊള്ളായിരുന്നു. പക്ഷെ ശരത്തേട്ടനെ കണ്ടപ്പോ ആദ്യം കുറച്ച് ജാടിയുള്ള പോലൊക്കെ തോന്നി. പിന്നെ ആള് ഭയങ്കര കമ്പനിയായിരുന്നു. സത്യം വന്നു തുടങ്ങി, പേടി മാറി. അത് ആള് വന്നപ്പോ അത് ഫൈറ്റ് സീക്വൻസ് ആണ് എടുത്തോണ്ടിരുന്നത്. നമുക്ക് ഫൈറ്റ് സീക്വൻസ് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ന്യായീകരണം മാത്രം അല്ല, സത്യസന്ധമായ ന്യായീകരണമാണ്. പേടിപ്പിച്ചില്ലേ? ഇല്ല ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് അല്ല അവിടെയും കണ്ടില്ല, ഇന്നാണ് കാണുന്നത്. ഇന്ന് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അത് പറയാൻ സുന്ദരിയാണോ? ഇവരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഷേറയുടെ സിനിമ ഏതാണ് കണ്ടിരുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ അത് കേട്ടില്ല അല്ലേ? ഇഷ്ടപ്പെട്ട സിനിമ അത് കേട്ടു. അതാ ഞാൻ കുട്ടി ചിരിച്ചോണ്ട് നമ്മുടെ കുട്ടി നിങ്ങളെ സീരിയസ് എടുക്കില്ല. അതാണ് ഞാൻ അത്ര സിമ്പിളാന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? ആ സിനിമയുടെ പേര് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സിനിമ? ഇഷ്ടപ്പെട്ട സിനിമയല്ല, ഞാൻ കണ്ടത് എനിക്ക് ഫസ്റ്റ് പറഞ്ഞോ.
ധൈര്യമായിട്ട് വേറെ പറഞ്ഞോ. ഏതെങ്കിലും പടത്തിൽ പോയി അഭിനയിച്ചിരുന്നോ? ഇങ്ങനെയൊക്കെ. ഏത് പടം പറന്ന്? രതി നിർവേദം. അയ്യോ, ഉഗ്രം അത് പടം. എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ്. ഇതിനാണ് ഇത്ര വിലപ്പെടുന്നത്. ചിത്രമണി പോയി എനിക്ക് ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പാട്ടിലേക്ക് പോയോ? സിനിമയാണോ ഇഷ്ടം സിനിമ പാട്ടാണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഇത്ര പറയാൻ തരുമണി. എനിക്ക് അവര് ഉഗ്രം ഒരു ക്ലാസിക് പടത്തിന്റെ റീമേക്ക് ആണ് ആ പടം. അതെ, ആ സിനിമ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കിത് നാണം. എനിക്ക് നാണമൊന്നുമില്ല. നേരിട്ട് കാണാൻ ആദ്യമായിട്ടാണോ ഇന്ന്? അതെ, നേരിട്ട് കാണുന്നത് ഇത്ര വർഷമായിട്ട് നേരിട്ട് കണ്ടിട്ടുമില്ല. ഇല്ല. ആ കഥാപാത്രം തന്നെ അഭിനയിക്കുമോ? അഭിനയിക്കും. എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാനത് ചെയ്യും. പിന്നെ ആ സിനിമ പറയാൻ പേര് പറയാൻ ഇത്ര പഠിച്ചെന്തിനാ? ഞാൻ പഠിച്ചില്ല. ഞാനിത് പഠിച്ചാണ്. ഇല്ല, അത് എന്റെ ക്ലാസ് സിനിമ എന്ത് വിജയിച്ച സിനിമയാണെന്നറിയോ? അതാണ് സിനിമകൾ എങ്ങനെയാണ്. അപ്പൊ ആദ്യമായിട്ടാണ് സിനിമ നമുക്ക് വരുന്ന കഥാപാത്രം ഏതാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം. അതാണ് ഒരു ആക്ടറിന് വേണ്ട, ആക്ടേഴ്സിന് വേണ്ടത്. ഇല്ലെങ്കിൽ മേഖലയിൽ ഇല്ല എന്നാണ്. പക്ഷെ നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് വേണമെന്നുള്ളത്. അപ്പോൾ ആദ്യ സിനിമയാണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞൊരു ഉപദേശമായിട്ട് കൂട്ടണ്ട, ഒരു പ്രേക്ഷകൻ നിലയിൽ പറഞ്ഞു നമുക്ക് വരുന്ന കഥാപാത്രം നമുക്ക് യോജിച്ചാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മൾ ചെയ്യുക. അതാണ് സിനിമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിൽക്കാൻ ഇവിടെ പറ്റില്ല മേഖലയിൽ. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അപ്പൊ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ജങ്കാറിൽ? ഞാനോ? ആ, വേഷം, പേര്, നല്ലൊരു വേഷം. ക്യാരക്ടറിന്റെ പേര്? താമര. താമര. താമര ആരുമായിട്ടാണ് ഇതില്? എന്തായിട്ടാണ്? ഞാൻ ശരത്തേട്ടന്റെ പേരായിട്ട്. ശരത്തിന് ഇപ്പൊ എത്ര പേര്? ചേച്ചി ഒഴിച്ച് ബാക്കിയല്ല. ഇപ്പൊ മനസ്സിലായില്ല, അപ്പാനി ശരത്തിന് ഇതന്നെയാ പണി. ഓരോരു ജങ്കാരെടുത്ത് ഓരോരു പെണ്ണെടുത്ത് അങ്ങോട്ട് പോകും, അക്കരെ, പിന്നെ ഇക്കരെ വന്ന് അടുത്ത പെണ്ണെടുത്ത് അങ്ങോട്ട് പോകും. ഇതാണ് പണി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ജങ്കാർന്നതിന് പേര്. പക്ഷെ ഇതൊന്നല്ല കേട്ടോ സിനിമ. ഇതൊന്നും അല്ല കേട്ടോ സിനിമ. ഇത് തമാശ പറയാം, ഇതൊന്നും അല്ല കേട്ടോ സിനിമ. അങ്ങനെ വിചാരിക്കില്ലേ? അല്ല, ഞങ്ങൾക്ക് ഇവിടെ പേരോ. അപ്പൊ ശ്വേത പറഞ്ഞല്ലോ ഒരേ പെണ്ണെടുക്കാൻ പോവാ. ഇതാണ് അപ്പാനി ശരത്ത് എന്ന് പറയുമ്പോൾ. അതല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഡയറക്ടർ ശ്വേതയുടെ കൂടെയും കൂടെ ഒരു സീൻ കൊടുക്കണമായിരുന്നു. ഒരു ചേച്ചിയുടെ ഒരുപാട് സീൻസ് ഉണ്ട്. അങ്ങനെയല്ല, മറ്റേ പേരായിട്ടല്ല. പേരായിട്ടല്ല, ഫെയറായിട്ട് ശബരി അല്ലേ? ഫെയറായിട്ടൊന്ന് കൊടുക്കാമായിരുന്നു. അഭിനയിക്കും, ഉറപ്പായിട്ട് അഭിനയിക്കില്ലേ? പിന്നെ ഉറപ്പായിട്ട് അഭിനയിക്കും. അതിപ്പോ എന്താ ഓ, കുഴപ്പം? ഞാൻ എപ്പോ അഭിനയിച്ചു എന്ന് ചോദിച്ചാൽ മതി. ഞാനും ഉറപ്പായിട്ട് അഭിനയിക്കും. ഇതിൽ രണ്ടാമതൊരു ചിന്തയില്ല. അതെ, അതാണ് അതെ. വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. അതാണ് ഈ സിനിമകൾ. ഇപ്പം ഇവള് പറഞ്ഞ പോലെ തന്നെ മോള് പറയാന്ന് ഒരു സിനിമയുടെ പേര് വരാൻ മടി അല്ലേ? നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രം സിനിമയുടെ പേരൊരു മടി. അത് ഇന്നസെന്റ് ആയിട്ട് പറയുന്നതാണ്. എന്നാൽ പറയണമെന്നുണ്ട്. ഞാൻ പദാർത്ഥം നമുക്ക് വരുന്ന ക്യാരക്ടർ നമ്മളാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് വരാം. പക്ഷേ ഇതേ സംബന്ധിച്ച് കുറേ സിനിമകൾ ചെയ്തു വെച്ചാൽ എപ്പോഴും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം കുറേ ഉണ്ടാകും. മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, നിരവധി ആളുകൾ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ചു. എന്നും ഓർത്ത് വെക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു. മമ്മൂക്ക പറഞ്ഞൊരു സംഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഓർത്തെടുക്കാൻ എന്തെങ്കിലും ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. അങ്ങനെ ഒരു രണ്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും ഒരു സിനിമയിലെ കഥാപാത്രം ചെയ്യുന്ന സമയത്ത്. നമ്മുടെ പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ സീൻ മമ്മൂക്കൻ്റെ പേഴ്സണാലിറ്റി എല്ലാവർക്കും പ്രേക്ഷകർക്ക് എന്താ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ആർട്ടിസ്റ്റിന് അറിയാം. ഭയങ്കര കംഫർട്ട് തരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒപ്പം ഒരു സീനിയറാണ്, അല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്തു അങ്ങനെയൊന്നുമില്ല. ആ പർട്ടിക്കുലർ സീൻ മറ്റേ ചിരു വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മറ്റേ മമ്മൂക്കനെ കാണാൻ വരികയാണ് വിളിച്ച്. അപ്പോൾ വന്നപ്പോൾ ഈ ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാലിങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ വിരലിട്ടിട്ട് പൊട്ടിക്കണം. അതാണ് ഷോട്ട്. അപ്പോൾ ഇത് മമ്മൂക്ക ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു രഞ്ജിത്തേട്ടന്. അപ്പോൾ നമ്മൾ മമ്മൂക്ക വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ക്ലോസപ്പും അതിൻ്റെ ഫീലിങ്ങും അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം എടുത്തു. ഞാൻ വെറുതെ നിന്നാൽ ആ കാല് പൊന്തിക്കണം മാത്രം ഷോട്ട് കിട്ടിയാൽ നമ്മുടെ ആ സീന് കഴിഞ്ഞു. മമ്മൂക്ക വന്നിരുന്നു. മമ്മൂക്ക വന്നിട്ട് പറഞ്ഞു ശരി ഇങ്ങനെയാണ്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ശ്വേതാ ഒറ്റ വലിയ ഉണ്ടാവും കേട്ടോ. നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഈ എക്സ്പ്രഷൻ കൊടുത്തെല്ലാം അവിടെ മാറ്റി വെച്ച് ഫുൾ ഷോട്ട് മമ്മൂക്ക ചെയ്തു. അതന്നെ അത് നമ്മൾ അതേ സമയത്ത് കട്ടു അനശ്വരം നമ്മൾ ആലോചിക്കുമ്പോൾ അനശ്വരത്തിന്റെ മമ്മൂക്കയല്ല പാലേരി മാണിക്യത്തിന്റെ മമ്മൂക്ക. അല്ല, ആർട്ടിസ്റ്റ് ആസ് എൻ ഹ്യൂമൻ ബീങ് മൂപ്പരും ഭയങ്കരമായി വളർന്നിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ആക്ട് ചെയ്യുമ്പോൾ മൂപ്പർ ഇന്നത്തെ ന്യൂ ജെന്നിന്റെ കൂടെ അപ്പോൾ ബ്ലെൻഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ
എങ്ങനെ ഇവരെല്ലാവരും കാണുമ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇറ്റ്സ് നോട്ട് നമ്മൾ സീനിയറാണ്, ഞാൻ ഇത്രേ ഭരതൻ സാറിൻ്റെയും ഇവരെ മറ്റേ എന്താ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരല്ല അവർ. ഇന്നത്തെ ആ ഒരു സമയത്ത് എന്താണ് ആവശ്യം, ആൻഡ് ഹി എൻജോയ്സ്. അതാണ് മമ്മൂക്ക. ലാലേട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഹീസ് എന്താ പറയുക, ഹി ജസ്റ്റ് ഗിവ്സ് യു ദാറ്റ് ഫ്രീഡം. പിന്നെ BTS ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. മൂപ്പര് ഭക്ഷണം ഉണ്ടാക്കി ഓർഡർ ചെയ്ത് തിന്ന് തീറ്റി കുടിച്ചിട്ടേ അല്ല ഉണ്ട്. പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല. മമ്മൂക്ക ആഴ്ചയിൽ ഒരു ദിവസം ഭയങ്കരമായി സ്പ്ലേജ് ചെയ്യും. ലാലേട്ടൻ്റെ എല്ലാ മീലും ആ ഒരു മീൽ പോലെയാണ് എല്ലാം. ഞാൻ ലണ്ടനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ലൊക്കേഷനിൽ വന്നു. ഞാനുണ്ട്, ലാലേട്ടുണ്ട്, ഗീതു ഉണ്ട്, മനോജേട്ടുണ്ട്. അപ്പോൾ മനോജേട്ടനും ഗീതുവിൻ്റെ വർക്കില്ല. അപ്പോൾ അവർ ലൊക്കേഷനിൽ വന്നു. അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ വൈഫായിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ സീൻസ് നോക്കിയപ്പോൾ എനിക്ക് അതിലൊന്നും കാണുന്നില്ല എൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ഡയറക്ടർ എന്തെങ്കിലും ക്ലോസപ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലോ പോയിന്റ് ഓഫ് വ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗീതു മനോജേട്ടൻ സെറ്റിൽ വന്നിട്ട് പറഞ്ഞു, ഡയറക്ടർ ഇന്നൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ പിക്കഡലി എല്ലാം ഷോപ്പിങ്ങിനും കുറച്ചിങ്ങനെ തെണ്ടാൻ പോവാണ് എന്നൊക്കെ പറയാൻ വേണ്ടി വന്നു. എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ, ഇവരെല്ലാവരും ഇങ്ങനെ പോവാണ്, എനിക്ക് പോകാൻ. ലാലേട്ടൻ ഷൂട്ടിങ് ചെയ്യേണ്ട അതൊന്നുമല്ല എൻ്റെ ആവശ്യം, ഇവർ എവിടെ പോകണു എന്നാണ് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ ലാലേട്ടനെ നോക്കി, ഞാൻ ലാലേട്ടാ എനിക്ക് ഒരു ഷോട്ടും ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ ഇവരുടെ കൂടെ തെണ്ടാൻ. ലാലേട്ടൻ പോയിട്ട് ഡയറക്ടറോട് എനിക്ക് വേണ്ടി ഇന്ന് ശ്വേതയ്ക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടോ, എനിക്ക് തോന്നുന്നില്ല സീൻസിൽ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ ഇല്ലല്ലേ, ആ പോട്ടെ. അങ്ങനെയൊക്കെ മൂപ്പര് അത് സിറ്റുവേഷൻ ഉണ്ടാക്കി. സോ ഇറ്റ്സ് ഫൺ. മൂപ്പരെ കൂടെ സിനിമയോട് ജാസ്തി ദി അതർ തിങ് ഇസ് ലൈക്ക് മോർ ഫൺ. മറ്റേ ഫുഡ് ആൻഡ് ട്രാവൽ, BTS ആണ് മെയിൻ. യുനോ ഇറ്റ്സ് ഫൺ. പക്ഷെ ലാലേട്ടൻ ഒരു അഗെയിൻ ഭയങ്കര കംഫർട്ട്. അത് എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ഒരു സീനിയോറിറ്റി ഉള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല. അല്ല ഇതൊക്കെ ഒരു ഉണ്ട്, പക്ഷെ കണ്ടിട്ടില്ലാത്തോണ്ടായിരിക്കും. ആണോ? ഇപ്പോഴത്തെ ഇവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരുണ്ട്, കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് സത്യമായിട്ട് അറിയില്ല. അല്ല ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ മമ്മൂക്കാട് കാര്യങ്ങൾ ലാലേട്ടൻ കാര്യങ്ങൾ നമുക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇത്ര സീനിയറാണ്, പക്ഷേ അതൊക്കെ അത്ര സീനിയറാണ്. ആ സീനിയർ ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും സിനിമാ മേഖലയിൽ ഓരോ സിനിമയിലേക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രഷർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഡയറക്ടർമാരാണെങ്കിൽ വിളിക്കുന്നത്. ഇവരോടൊപ്പം തന്നെ ഒരു അഭിനയിക്കാൻ ഉള്ള ഒരു അവസരം കിട്ടുന്നു. ഇവരും ഇഷ്ടപ്പെടുന്നു, ഷേതയുടെ കൂടെ അഭിനയിക്കാൻ ഇവരും ഇഷ്ടപ്പെടുന്നുള്ളതാണ്. അത്രയും സീനിയോറിറ്റി ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. ഇപ്പം എല്ലാവരും ഒരേപോലെ. അല്ലല്ല, ഞാൻ ചെങ്കാലിൽ പോയപ്പോ ഞാൻ സീനിയർ ആണ് എന്നൊന്നല്ല. ഞാൻ വന്ന് ഇവരെല്ലാരും എന്താ പറയാ ഹൗ യു കെട്ടിപ്പിടിക്കുക. ബിക്കോസ് യുനോ സിനിമ നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു ലൈഫ് ഉണ്ട്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് സിനിമ ഒരു ടേക്ക് കഴിഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞാൽ അത് ഫാസ്റ്റാണ്. ഇന്നലെ വരെ എന്ത് നടന്നു ഇസ് നോട്ട്, നാളെ എന്താ നടക്കാൻ പോകുന്നത്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് വി ഹാഡ് എ ഗുഡ് ഒരു നിങ്ങളെല്ലാവരും ആദ്യമായിട്ടായിരിക്കുമല്ലോ ഷേതയുടെ കൂടെ അഭിനയിക്കുന്നത് അല്ലേ? എല്ലാവരും ആദ്യമായിട്ടാണല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇവരെല്ലാരും കാണുന്നത്. ഈ ലൊക്കേഷനിൽ വന്നപ്പോഴാണ് ഇവരൊക്കെ കാണുന്നത് അല്ലേ? ഈ അപ്പാനിയെ സംബന്ധിച്ച് അപ്പാനി തമിഴിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്, മറ്റു ഭാഷയിൽ അഭിനയിക്കുന്ന ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച അതാണ്. ആ പാട്ടോട് കൂടിയാണ് അപ്പാനിയുടെ ഒരു വരവ് തന്നെ പ്രഷറേറ്റത്. ഇപ്പോഴും ആ പാട്ടിന് അത്ര ഹൈപ്പോട്ട്. ആ ഒരു പാട്ട് ഭയങ്കര അപ്പ് ചെയ്തൊരു പാട്ടാണ്. ഈ ലാലേട്ടൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഇപ്പം ഷേത പറയുമ്പോൾ കുറെ അല്ലേ തീർച്ചയായും അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഉറപ്പായും. എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. എൻ്റെ ആദ്യ സിനിമ അങ്കമാലിക്ക് ശേഷം തൊട്ടടുത്ത് ജോയിൻ ചെയ്ത സിനിമയായിരുന്നു വെളിപാടിൻ്റെ പുസ്തകം. അപ്പം ലാൽ സാറ് ഈ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾക്കില്ല. ലാൽ സാറിൻ്റെ ഷൂട്ടിൻ്റെ അന്ന്, ലാലേട്ടൻ വരുന്നതിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഷൂട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ആരും വരാനും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ചു, ഇവിടെ മോനെ അപ്പാനി ഇവിടെ അവരെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും വിളിച്ചു വരുത്തി. ആ സ്നേഹം അന്ന് കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ ആ സമയത്തുള്ള സ്നേഹം ഇന്ന് വരെയും അതേപോലെ തന്നെ ഉണ്ട്. എവിടെ വെച്ച് നമുക്ക് എത്ര ആൾക്കൂടെ വെച്ച് കണ്ടാലും സംസാരിക്കും. ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഞാൻ എനിക്കൊന്ന് ഇപ്പം സത്യന്തികാസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ, ബർത്ത്ഡേക്ക് മുമ്പായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ആക്സിഡൻറ്റ് പറ്റിയ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ആലോചിച്ചു ഇത്രയും തിരക്കും ഉള്ള അദ്ദേഹം എങ്ങനെ ഇതൊക്കെ ഓർക്കുന്നു എന്ന് ആലോചിച്ചു. വലിയ സ്നേഹമാണ്. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക്
ലാൽ സാറിന് ലൊക്കേഷനിലേക്ക് വരുമ്പോഴേ നമ്മൾ അടുത്ത് പോകുമല്ലോ അറിയാതെ പോലും. എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും, അത് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ മൂമെൻറ്റ്സ് എന്നൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ സീനിയർ ആക്ടറാണ് എന്നുള്ള ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല അന്നും. ആ സമയത്തെ ഷൂട്ടിംഗ് സമയത്തും ഫുൾ ടൈം ഞങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു. ആ സ്റ്റോറി അറിയാമല്ലോ, ഒരു കോളേജ് സ്റ്റോറിയാണ്. അത് ഞങ്ങളെക്കാട്ടി പ്രായം കുറഞ്ഞ ആളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത്രയും ഹാപ്പി. നമുക്കിപ്പം സാറിനോട് അഭിനയിച്ചിട്ടില്ല, അപ്പം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ആഗ്രഹമുണ്ട് അഭിനയിക്കണമെന്നുള്ളത്. ലാലേട്ടൻ വലിയ സന്തോഷം, അടുത്ത് വരുമ്പോഴേ വലിയൊരു സന്തോഷം ആണ്. അത് ഒരു വലിയൊരു മോട്ടിവേഷൻ തരുന്നു. ശരിക്കും മമ്മൂക്കാട് കൂടെയുള്ള യാത്രയാണ് ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സിനിമ ഫുൾ ഇങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ആദ്യത്തെ സിനിമ എനിക്ക് മനസ്സിൽ പോകാതെ ഇങ്ങനെ പോകണം. രണ്ടാമത്തെ സിനിമ പിന്നെ എന്തായാലും മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകളെ പിന്നെയും ചേർത്ത് പിടിക്കുകയാണ് മമ്മൂക്ക. അവരെ തുടർന്ന് കൊണ്ടുപോകാൻ മമ്മൂക്ക എപ്പോഴും അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഭയങ്കര എന്താ പറയാ, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും അല്ല. അതല്ലേ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു, മമ്മൂക്കയ്ക്ക് എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു മെഗാസ്റ്റാർ ഇമേജിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് റിയൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരാളാണ് ശരിക്കും. പക്ഷെ പുറത്തുള്ള ഇമേജ് ഞാനത് കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു. ഡയലോഗ്സ് ഒക്കെ ഇടയ്ക്ക് ആൾക്കാർ തെറ്റിയിട്ട് പേടിച്ചിട്ടാന്ന് പറയും. നീ ഡയലോഗ് തെറ്റിച്ചിട്ട് എൻ്റെ പെടലിൽ കിടാൻ നിൽക്കരുത് എന്ന് പറയും. അവൻ ഡയലോഗ് മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ട് എന്നെ കണ്ടു പേടിച്ചാന്ന് പറയരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ പറഞ്ഞു. അപ്പൊ അസീസ്ക്കൊക്കെ പറഞ്ഞ കളിക്കും, വന്ന് നിൽക്കുമ്പോൾ ഇൻസ്പെക്ടർ ബൽറാമൊക്കെ മനസ്സിൽ വരുമായിരിക്കും, അങ്ങനെ തെറ്റിക്കുന്നതായിരിക്കും, നമുക്ക് ക്ഷമിച്ചേ. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രായത്തിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളിങ്ങനെ സഞ്ചരിക്കുമെന്ന്, അതിങ്ങനെ അടുത്ത് സഞ്ചരിക്കാൻ പറ്റും, അറിയാൻ പറ്റും. ഇറ്റ് വാസ് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു പേഴ്സണൽ ലെവലിൽ. അതെ, അതൊരു വല്ലാത്ത ചേഞ്ച്. അത് ഇപ്പോഴും അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരേ കഥാപാത്രം കൂടെ ആയപ്പോൾ എന്നും ആ കഥാപാത്രങ്ങൾ മനസ്സിൻ്റെ ഉള്ളിലേക്കല്ലോ മമ്മൂക്കായിട്ടുള്ള. അതൊക്കെ വലിയ എക്സ്പീരിയൻസ് ആണ്. ചില സീനിയർ ഒന്നും മാറ്റി നിർത്തി മമ്മൂക്ക ഇപ്പോൾ ശ്വേത പറഞ്ഞില്ല, സീനിയർ എന്നില്ല, നമ്മളിപ്പോൾ വരുമ്പോൾ ഈ തലമുറയോടൊപ്പം നമ്മളും അതിന്റെ ചെറുപ്പത്തിലേക്ക് യാത്ര ചെയ്യുന്ന മമ്മൂക്കായി ലാലേട്ടൻ. കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ ഒരുപാട് ആക്ടറായി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന, ഒപ്പം അഭിനയിക്കണം ആഗ്രഹിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളാണ് മമ്മൂക്ക. കണ്ണൂർ സ്ക്വാഡിൽ തന്നെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് ഒപ്പം അഭിനയിക്കണം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുട്ടേട്ടൻ, അതായത് വിജയരാഘവൻ. ആ സിനിമയിലുണ്ടെങ്കിലും ഒരുമിച്ച് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള ചെറിയൊരു വിഷമം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതേപോലെ ലാലേട്ടൻ, ബിജു ചേട്ടൻ, അങ്ങനെ ബാക്കിയുള്ള കുറെ ആൾക്കാർ മൺമറഞ്ഞു പോയി. പക്ഷെ അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നു. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം ശ്വേതയുടെ കൂടെ അഭിനയിക്കും, അതിപ്പോൾ നടക്കുകയും ചെയ്തു. അല്ലേ, ഇതും കഴിഞ്ഞു. ഇത് ഞങ്ങളൊരു വേറൊരു പ്രോഗ്രാമിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഏത് പ്രോഗ്രാമിന്? എന്നോട് പറ എങ്കിലേ എന്നോട് അതിലെ പുട്ടൊക്കെ തീറ്റിച്ചു എന്നെ കൊണ്ട് തിന്ന്. എല്ലാവരും കൊണ്ടുപോകുന്നുണ്ടല്ലോ ആ പ്രോഗ്രാമിലേക്ക്. ഒരു സിനിമയിൽ വരുന്ന എല്ലാവരും കൂടെ കൊണ്ടുപോയത് രസമായ പ്രോഗ്രാമായിട്ട് പോകുന്നുണ്ടോ? നല്ല റേറ്റിംഗിലേക്ക് പോകുന്നുണ്ട് പ്രോഗ്രാം. ശ്വേതയുടെ പടം ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരുന്നു അപ്പം? എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഞാൻ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ, എല്ലാ സിനിമകളും ഇഷ്ടമാണ്. എന്നാലും എൻ്റെ ഓർമ്മയിൽ എനിക്ക് പറഞ്ഞ പോലെ രതിനിർവേദം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നു അല്ലേ, ഒരു വളരെ തിരക്കുള്ളൊരു തിയേറ്ററിലാണ് ഞാൻ സിനിമ അന്ന് പോയി കണ്ടത്. അപ്പം എല്ലാ സിനിമകളും ഇഷ്ടമാണ്. എടുത്ത് പറയാനാണെങ്കിൽ ആ സിനിമയാണ്. പിന്നെ ജങ്കാർ ഇപ്പൊ ഒരുമിച്ച് അഭിനയിച്ചത്. എനിക്ക് പാലേരി മാണിക്യമാണ് വളരെ. പാലേരി മാണിക്യം കുറെ ക്യാരക്ടർ ഉണ്ട് മനസ്സിൽ. ചേച്ചിക്ക് ഏതാണ് ചേച്ചി അഭിനയിച്ച? ഭയങ്കര ഡിഫിക്കൽട്ട്, പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നോട് ഇത് സത്യം പറഞ്ഞാൽ എന്നോട് എന്ത് ചോദിച്ചാലും അനശ്വരം തന്നെ വരുള്ളൂ. ഫസ്റ്റ് മൂവി നമുക്കൊന്നും അറിയില്ല, ആക്ടിങ് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ദാറ്റ് ഈസ് മൈ ഞാൻ എൻ്റെ ഫ്യൂച്ചർ എന്താവും എന്ന് ഒരു മോൾഡ് ചെയ്ത ഒരു സിനിമയാണ്. ഞാനൊരു ആക്ടറല്ല, ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കരിയർ വരും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചു. ഞാനെല്ലാം സയൻസും എൻജിനീയറിംഗ് എല്ലാം പഠിക്കാൻ വേണ്ടി എൻട്രൻസിന് വേണ്ടി കോച്ചിങ്ങിൽ ഇരിക്കുന്ന സമയത്താണ് അന്വേഷണം ചെയ്യുന്നത്. സ്കൂളിലെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻട്രൻസ് എഴുതുന്നത്. അപ്പോൾ അന്നൊന്നും ഞാൻ ഇത് വിചാരിക്കുന്നില്ല, ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ വരും, ഇത് എൻ്റെ ഫ്യൂച്ചറായി മാറും. ഇന്ന് ഞാൻ ഹൈദർ അലി എന്ന വ്യക്തിന്റെ മുമ്പിൽ ഇരുന്ന് ഒരു ഇന്റർവ്യൂ ചെറിയൊരു കുറച്ച് പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ഉഗ്രൻ ക്യാരക്ടർ. അതിനെ പറ്റി ആരും നിങ്ങൾ കളിമണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കരയും. ഞാൻ പറയുന്നില്ല, ഞാനത് മിണ്ടാണ്ടിരിക്കുന്നു. ഞാൻ കേട്ടില്ല.
കളിമണ്ണിന്റെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവും. അല്ല, അത് വല്ലാത്തൊരു സിനിമയായിരുന്നു. ഗംഭീര സിനിമയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് ഈ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അത് തന്നെയാണ് കളിമണ്ണ് തന്നെയാണ്. ഇത്രയും ധൈര്യം കാണിച്ച ആർട്ടിസ്റ്റ് ലോകത്തില്ല, ഇത് ഉണ്ടാകാനും പോകുന്നില്ല. സൂപ്പർ. അപ്പൊ അതൊക്കെ മേലെ എന്തെങ്കിലും തരണ്ടേ ആൾക്കാർ. ഞാൻ മുടി വടിക്കാൻ വേണ്ടിട്ട് ഒരു നല്ല സിനിമ വന്നു, ഞാൻ റെഡിയായി. അവര് ഷോക്ക്, ആ ഷോക്കിൽ അവര് മുന്നോട്ടേ പോയില്ല. അതൊന്നും മനസ്സിലാവില്ല. ആ ഒരാൾ വന്ന് ചോദിച്ചു, നല്ല ക്യാരക്ടർ എല്ലാം പറഞ്ഞു, മുടി വടിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ റെഡി എന്ന് പറഞ്ഞപ്പോ അവര് ആ ഷോക്കിൽ ഉള്ളതാണോ പറഞ്ഞേ? അയ്യോ യെസ് ഒന്ന്. അതിപ്പോ നവൽ എന്ന ജ്വല്ല് ഡയറക്ടർ വന്നിട്ട് എന്നെ സെറ്റിൽ കാണുള്ളൂ. എന്നോട് പറഞ്ഞു ശ്വേതാച്ചി ഒരു നല്ലൊരു സിനിമ ഉണ്ട്, വന്നു കണ്ടു, പറഞ്ഞു ഹീറോയിൻ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ക്യാരക്ടറാണ്? ഇല്ലല്ല, നിങ്ങളാണ് ഹീറോ, നിങ്ങൾ ആൺവേഷമാണ്. ഇപ്പൊ ചെയ്യാം. അങ്ങനെയാണ് നവൽ എന്ന ഫുൾ സിനിമ ആൺവേഷമാണ്. എൻ്റെ ലാസ്റ്റ് ഒരു സീനിലാണ് ഞാൻ പെണ്ണാണെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ സംതിങ് ഡിഫറെന്റ്. നോ അല്ല, ഇതാണിപ്പോ ഷബീർ പറഞ്ഞ തേടി വരുന്നുണ്ട് സിനിമകള്. അപ്പൊ ആഗ്രഹം നമുക്ക് ഒത്തിരി സിനിമകൾ നമുക്ക് വരുന്നത് എടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ കളിമണ്ണ് കഴിഞ്ഞിട്ട് അത്ര ഒരു കഥാപാത്രം ഞാൻ ഇനി ആരും ഉണ്ടാവും ഞാൻ വിശ്വസിക്കില്ല. അതൊരു പീക്കാണത്. അങ്ങനത്തെ ഇരട്ടപ്രസവമാണ് ഉദ്ദേശിക്കുന്നത്. ആ വേണല്ലേ, ചെയ്യല്ലേ? ഓക്കെ, എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചത് കാര്യമില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. എനിക്ക് പറ്റില്ലല്ലോ. ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ അത് മാറ്റില്ല. ഇരട്ടപ്രസവമായിട്ട് ഇനി ഒരു കാട് തീർക്കാൻ വേറെ ആൾ പറ്റാം. അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ചങ്കൂറ്റം കാണിക്കാൻ ഒരാളുണ്ടാവും തോന്നുന്നില്ല. പക്ഷെ അത് ഒത്തിരി വിമർശനം കേൾക്കേണ്ട വന്നു അല്ലേ? അതൊക്കെ ഞാൻ മലയാളികൾക്ക് അങ്ങനെയും വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി നോർമൽ തിങ്. ദാറ്റ്സ് ഓക്കെ. പൊറോട്ട ബീഫ് വിമർശനം, അങ്ങനെ പൊറോട്ട ബീഫ് ബിരിയാണി വിമർശനം, പിന്നെ അങ്ങനെ വിമർശനം എന്തായാലും ഉണ്ടാവും. അത് കുഴപ്പമില്ല. അതൊക്കെ ഗ്രോത്ത് ആയിട്ട് പോസിറ്റീവായിട്ട് എടുക്കുക. വിമർശിച്ചില്ലെങ്കിലാണ് ഒന്ന് ആലോചിക്കൂ, ലോകത്തിലെ ട്രോളന്മാർ നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ. എന്തിനും അഭിപ്രായം പറയാൻ പറ്റുന്നത് നമ്മൾ മലയാളികൾക്ക്. ഐ ലവ് ദം ബിക്കോസ് അവർക്ക് അത്ര സമയമുണ്ട്. സോ ഇവിടെ മറ്റേ ആ ജ്യൂസ് കൊടുത്ത് കാമുകനെ കൊന്നില്ലേ, അതിന്റെ മീമാർക്ക് ഒരു ജ്യൂസ് എടുക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ ട്രോൾ ആക്കുന്ന ഒരു സമൂഹം ഞാനത് ആലോചിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ സൈനൈഡ് കൊടുത്തു തോന്നുന്നു. അതും ട്രോളായിട്ട് നമ്മൾ സ്റ്റിക്കറായിട്ട് പറപ്പിക്കുന്നില്ല ഇവിടെ. ട്രംപ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ട്രംപ് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടാ അതിന് ചോദിച്ചത് മലയാളികളെ മാത്രമാണ് വിമർശിക്കുന്നത്. ഐ ലവ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ ബോംബെയിലെല്ലാം നിൽക്കുമ്പോൾ ഐ എം എ വെരി പ്രൗഡ് മലയാളി. നമുക്ക് എല്ലാത്തിലും ഒരു മുൻകൈ ഉണ്ട്. ട്രംപിന്റെ മറ്റേ ഇതിനു മുമ്പുള്ള ഇത് സമയത്ത് ആളുള്ള പ്രസംഗം ഉണ്ടല്ലോ, ഈ കാൻഡിഡേറ്റ് ആയി നിൽക്കുമ്പോൾ ഇതിൽ ഇത്രയും കോടി രൂപ നഷ്ടപ്പെട്ടു. അത് രമേശ് ചേട്ടൻ വിഷാടി വെച്ചു. ധർമ്മജൻ അവന്റെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നേനോ. അത് ഇതൊക്കെ വേറെ ആരെങ്കിലും ചെയ്യും ഷോയ്ക്ക് ചെയ്ത്. അമ്മയുടെ ഷോയ്ക്കാൻ തോന്നുന്നു. അതെ, എന്ത് രസമുള്ള ഇതാണ്. എല്ലാത്തിനും കഴിവുള്ളവരാണ് മലയാളി. അത്രേ ഉള്ളൂ അല്ലേ? ആ മലയാളി എവിടെ ഉണ്ടെങ്കിലും നമുക്ക് അഭിമാനമാണ്. നേരത്തെ പറഞ്ഞ പൊറോട്ട ബീഫ് വിമർശനം. പൊറോട്ട ബീഫ് ദേശീയ ഭക്ഷണമാണ് കേരളത്തിന്റെ മലയാളികളുടെ. അപ്പൊ അത് കറക്റ്റ് പിടിച്ചിട്ടുണ്ട് അല്ലേ? ഹാപ്പിയാണ്. പിന്നെ അപ്പൊ ഇനി അടുത്ത സിനിമയിലേക്കുള്ള യാത്രയെടുപ്പ് മുടി പഠിക്കാൻ തയ്യാറാണ്. ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ റെഡിയാ. എന്ത് പണിയും ചെയ്യും. അല്ല പിന്നെ എന്റെ ജോലിയല്ലേ ഇത്. ഐ എം എ വെരി പ്രൗഡ് ഫിലിം ആക്ടർ. ഏതെങ്കിലും സിനിമ ചെയ്തിട്ട് ആ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ് ഇതൊക്കെ വരുമ്പോൾ എനിക്ക് ആ വേഷം ചെയ്യേണ്ടായിരുന്നു എന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഏതെങ്കിലും സിനിമ? അപ്പൊ ഒന്നും തോന്നിയിട്ടില്ല, ബുദ്ധി വന്നപ്പോ തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഒന്നും തോന്നിയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ട്. എത്രയോ പടം എന്തായിക്ക നമ്മളെല്ലാ ആർട്ടിസ്റ്റും പിന്നിൽ നോക്കിയാൽ നമുക്ക് കുറെ എക്സസ് ബാഗേജ് ഉണ്ട്. അതൊന്നും ആലോചിച്ച് കാര്യമില്ല. പൈസ കിട്ടിയിട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. കിട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോയി. ചെയ്ത് കഴിഞ്ഞില്ലേ? നമ്മള് മനുഷ്യന്മാരാ. നമ്മള് തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യാ? അപ്പൊ ചെയ്താല് നമ്മൾ യെസ് എന്ന് പറയണം. സോറി പറയാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനെല്ലാം മണ്ടത്തരങ്ങൾ കുറെ ചെയ്തു. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല. അല്ല, മണ്ടത്തരങ്ങൾ ചെയ്യും തോറും നമുക്ക് ശത്രുക്കളും കൂടാറുണ്ട്. ആ ശത്രുക്കൾ കൂടുമ്പോൾ അതിന് നേരിടണം. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് വേറെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം കോടതിയിലേക്ക് വന്ന് എനിക്കറിയാവുന്ന എത്രയോ ഒറ്റയ്ക്കുള്ള കേസ് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും I have a case going on. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേസ് ഇപ്പോഴും നടന്നു. എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു. യാത്രയിലെല്ലാം ഒരു കയറ്റവണ്ടിയിലും ഇറക്കമുണ്ട്, കടലുണ്ടെങ്കിൽ തിരമാലയുണ്ട്, കയറി ഇറങ്ങി പോകും, അത്രേ ഉള്ളൂ. റോഡില്ലെങ്കിൽ ജങ്കാറുണ്ട്. ഫയൽവാൻ ജയിച്ചേ. അതിൽ കൂടുതൽ പ്രൊമോഷൻ ഇല്ല. ഇതിപ്പം അതിന്റെ ഈ പ്രൊഡ്യൂസർ കേട്ടിന് ഓക്കെ ആയിരുന്നു. ഇതിന് കൂടുതൽ റോഡില്ലെങ്കിൽ ഒരു ക്യാപ്റ്റനാണ് അന്ന് പടം ഇറങ്ങുമ്പോൾ കൊടുക്കേണ്ട ക്യാപ്റ്റൻ, ഓർത്തു വെച്ചോണം. ഗംഭീരമായിട്ടുണ്ട് അത് പൊളിച്ച്. എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ സിനിമ. സിനിമകൾ എല്ലാം വിജയിക്കുന്ന കാലം ജങ്കാർ. ആ ജങ്കാറിൽ നിറച്ച ആളുകളെ കയറ്റി ഫോർട്ട് വെച്ച് നിന്നൊക്കെ അങ്ങ് വരട്ടെ. തിയേറ്ററിൽ അപ്പാനി ഒരേ പെൺകുട്ടികളെ കൊണ്ടുപോയതുപോലെ അവര് ഫുൾ ആളുമായിട്ട് അതൊക്കെ എന്താ അറിയോ, നമ്മൾ ഈ സിനിമ ഞാൻ ഇപ്പൊ എല്ലാ സ്ഥലത്തും പറയണത്, നമ്മളെല്ലാം ഭയങ്കര, നമ്മൾ ഈ സിനിമ ചെയ്ത സമയത്ത് ഒരു ചെറിയ സിനിമയായിട്ടാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇന്ന് ഇതിന് തരുന്ന മീഡിയ ഉൾപ്പെടെ എല്ലാവരും, നമുക്കിപ്പോ നമ്മുടെ ട്രെയിലർ ലോഞ്ച് ദുബായിലാണ്. അപ്പൊ എല്ലാരും കൂടെ കൊണ്ടുവന്നുണ്ടോ? എല്ലാരും എനിക്കറിയില്ല, പ്രൊഡ്യൂസർ നമ്പർ ഞാൻ തരാം. MC ബാബുരാജ് നമ്പർ 5. ലാസ്റ്റ് 5 അല്ലേ? ഓക്കെ. ദുബായിൽ കൊണ്ട് നിങ്ങൾ പറഞ്ഞു എല്ലാവരും കൂടെ ഇരിക്കണമെന്ന് പറയുന്നു. നിങ്ങൾ കൊണ്ട് ദുബായിൽ നിന്നിട്ടുണ്ട്, ഇനി നിക്കണ്ട. അപ്പൊ ദുബായിൽ കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് എല്ലാരും കൊണ്ടുപോകണം. എങ്ങനെ ജങ്കാറിൽ പോകാനും പറ്റില്ല അങ്ങോട്ട്. അപ്പൊ സിനിമ റിലീസും കഴിഞ്ഞിട്ട് OTT പോയിട്ട് അവിടെ എത്തോളൂ. അങ്ങനെ പറയരുത്. ചിലപ്പോ ബാക്കി ജങ്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയാനെ. അപ്പൊ അവിടെ കൊണ്ട് ലോഞ്ച് വെച്ചിട്ട് മഞ്ജുവിനെ കൊണ്ടുപോകും. വേറെ മഞ്ജുവിനെയും കൊണ്ടുപോകും അങ്ങോട്ട്. മഞ്ജു ഓൾറെഡി വരുന്നുണ്ടല്ലോ. അതല്ലേ? മഞ്ജു അല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? ദുബായിലും അല്ല, ചോദിക്കണമല്ലോ ഇനി. മഞ്ജുവിനെയും കൊണ്ടുപോകണം. മഞ്ജുവിന്റെ നമ്പർ വേണോ? മഞ്ജുവിന്റെ നമ്പർ വേണം. 2. പക്ഷെ എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആട്ടെ. ഈ പറഞ്ഞ പോലെ തമാശകൾ കാര്യങ്ങൾ നമ്മൾ സിനിമയെ കുറിച്ചും സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇവരെ കിട്ടുമ്പോൾ സിനിമയിൽ അപ്പുറത്തേക്ക് ഇവരുടെ കുറെ കാര്യങ്ങൾ ചോദിക്കും. ആളുകൾക്ക്, പ്രേക്ഷകർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ജങ്കാർ സൂപ്പർ ഹിറ്റ് ആവുന്ന പോലെ ഇവിടെ ഒരു മനോഹരമായ ശ്വേതയുടെ ഒരു പാട്ട് കൂടി നമുക്ക് അവസാനിപ്പിക്കുക. ഹിന്ദി അതെങ്ങനെ എപ്പോ ഇപ്പം ഒരു പാട്ട് പാടാം. പാടുമെന്ന് എനിക്കറിയാം. സംഗതി വരുന്നില്ല. സംഗതി പോട്ടെ. ഐഡിയ അത്രേ ഉള്ളൂ. ഇന്നിപ്പോ അടിപൊളിയായിരുന്നു. നല്ല താളവും. അതെ അതെ, നല്ല പാട്ടായിരുന്നു. ഇവരെല്ലാവരും കറക്റ്റ് ആയിട്ട് പിടിച്ചായിരുന്നു. ഇവളാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. നന്നായിട്ട് പാടും. അതുകൊണ്ടാ എല്ലാരും സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തോ. കരിമീൻ വറുത്തതുണ്ട്, ഉടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. മ്യൂസിക് മാത്രം വരികൾ അറിയാത്തതുകൊണ്ട് പക്ഷെ രസമായിരുന്നു. നന്നായിരുന്നു. അറിയാവുന്നത്രയും അറിയാവുന്നത്ര കറക്റ്റ് പാടി, അറിയാത്തത് ഒന്ന് പിടിച്ചെടുത്ത് നല്ല മ്യൂസിക് ഒക്കെ ആയിരുന്നു. എല്ലാം ഇത് ഇവിടെ പിടിച്ചായിരുന്നു. ഇവിടെ രണ്ടില്ലേനൊക്കെ പതുക്കെ കൂടുതലൊക്കെ കണ്ടായിരുന്നു. എന്തായാലും സൂപ്പർ ആട്ടെ സിനിമ. സിനിമയുടെ കൂടെ ഉണ്ടാവും, സിനിമയുടെ വിജയത്തിന് കൂടെ ഉണ്ടാവും, പ്രാർത്ഥനയിലുണ്ടാവും. ഈ സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. ചെറിയ കൂട്ടായ്മയിൽ വിരുന്ന വലിയൊരു സിനിമയാണ്. ആ സിനിമയാണ് നമുക്ക് വിജയിപ്പിക്കേണ്ടത്. അപ്പം താങ്ക് യു സോ മച്ച്. July 4th at the theaters. എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണണേ. 22nd ട്രെയിലർ കാണണം കേട്ടോ. കാണില്ലേ? കാണണേ. കാണണം കേട്ടോ പ്ലീസ്. ഞങ്ങൾ ജങ്കാറിൽ തൊഴിഞ്ഞ് നിങ്ങൾക്കിടയിലേക്ക് വരുന്നതായിരിക്കും. അതെ.